സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധ്രുവ് വിക്രം അഭിനയിച്ച ബൈസൺ എന്ന ചിത്രമാണ്. നമ്മുടെ നായകന് കബഡി എന്ന് വെച്ചാൽ ജീവനാണ്. അതിനായിട്ട് എത്രത്തോളം പ്രതിസന്ധികൾ കടന്നിട്ടാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു എന്നാണ് കഥ. 1994 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. മൂവിയുടെ തുടക്കത്തിൽ ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള കബഡി മാച്ചാണ് നടക്കുന്നത്. ഇതാണ് നമ്മുടെ നായകൻ കിട്ടാൻ. കിട്ടാന്റെ നാട്ടുകാരെല്ലാവരും ഇത് ടിവിയിലൂടെ കാണുന്നുണ്ട്. അവൻ ഇന്ത്യൻ ടീമിൽ സെലക്ട് ആയിട്ടും ഈ കോച്ച് അവനെ കളിക്കാനായിട്ട് വിടുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വെക്കുന്നത്. തടയുന്നത് കണ്ടത് നാട്ടുകാരെല്ലാവരും ഡിസപ്പോയിന്റ്മെന്റ് ആയി. അവന്റെ അച്ഛൻ അവിടെ നിന്നും എണിച്ചു പോയി. അവൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവൻ കടന്നു വന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. സ്കൂളിൽ പ്രയർ നടക്കുമ്പോൾ ഇവൻ മാത്രം ക്ലാസ്സിൽ മറ്റുള്ളവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് തിന്നുന്നു. PT മാഷ് വന്ന് പിടിച്ചപ്പോൾ വിശന്നിട്ടാണ് തിന്നതെന്ന് പറയുന്നു. PT മാഷ് അവനെ തല്ലി വീട്ടുകാരെ വിളിച്ചു വരാൻ പറയുന്നു. പക്ഷേ അപ്പോൾ അവൻ ആ ഗ്രൗണ്ടിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിർത്താതെ അവൻ 12 റൗണ്ട് ഓടി. PT മാഷിന് ഷോക്കായി. എന്തിനാടാ നീ ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കബഡി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നതെന്ന് പറയുന്നു. അപ്പോൾ PT സാർ അവന്റെ കളി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ സ്കൂൾ ടീമുമായിട്ട് കളിക്കാൻ വിടുന്നു. അതിലവൻ നന്നായി കളിച്ച് എല്ലാവരെയും തോൽപ്പിക്കുന്നു. മാഷ് അവന്റെ കളി കണ്ട് ഞെട്ടിപ്പോയി. മാഷ് അവനോട് എവിടെ നിന്ന് എനിക്കിത് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും കബഡി എന്ന് വെച്ചാൽ ഇഷ്ടമാണ്. കബഡി എന്ന് വെച്ചാൽ ഇയാളാണ് മെയിൻ, പേര് സുന്ദരം. പക്ഷേ ഇയാൾക്കും എന്റെ അച്ഛനും ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് എന്നെ കളിക്കാനായിട്ട് വിടുന്നില്ല എന്ന് പറയുന്നു. ശേഷം മാഷ് അവനക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വേറെന്തോ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു. അപ്പോൾ ഹോട്ടലിലുള്ള വേറെ 2 പേരെ വെട്ടിക്കൊല്ലാനായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നു. ഇവൻ അത് കണ്ട് പേടിച്ച് മറിഞ്ഞു നിൽക്കുന്നു. വെട്ടിയത് ഇയാളാണ് പാണ്ഡ്യരാജൻ. ശേഷം ഇവിടെ അവന്റെ അച്ഛൻ അവനോട് പറയുന്നു, പാണ്ഡ്യരാജനെ നോക്കിയ കാര്യം ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ കിട്ട ചോദിക്കുന്നു, പാണ്ഡ്യരാജൻ നല്ലവൻ എന്നല്ലേ പറഞ്ഞതച്ച, പിന്നെ എന്തിനാണ് ഒരാളെ കൊല്ലുന്നത്? അപ്പോൾ അവന്റെ അച്ഛൻ പറയുന്നു, നമ്മുടെ ഈ കാട്ടിൽ എല്ലാത്തിനും ബോർഡറാണ്. മനുഷ്യരിലടക്കം നീ വേറെ ഞാൻ വേറെ എന്ന ചിന്തയും. അപ്പോൾ അതിനെയൊക്കെ തകർത്തെറിഞ്ഞ് വന്നവനാണ് ഈ പാണ്ഡ്യരാജൻ. മീൻ കുളത്തിന്റെ ലേലം വിടുന്നു. പക്ഷെ അത് ആരോടും ചോദിക്കാതെ ഇയാൾക്ക് തന്നെ ആ ലേലം കൊടുക്കുന്നു. പാണ്ഡ്യരാജൻ ഇതവിടെ ചോദിക്കാനായിട്ട് വന്നിരുന്നു. ശേഷം ഇയാൾ പാണ്ഡ്യരാജനെ വിരട്ടാനായിട്ട് വന്നു. സൗണ്ട് ഉയർത്തിയപ്പോൾ തോക്കൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി. പക്ഷേ ദേഷ്യം വന്ന പാണ്ഡ്യരാജൻ ഒരു കട്ടയെടുത്ത് തലക്കടിച്ച് അയാളെ കൊന്നു. ഇതാണ് കന്ദസ്വാമി. ഈ കൊന്ന ആളുടെ ചേട്ടനാണ്. അനിയനെ കൊന്ന ദേഷ്യത്തിൽ പാണ്ഡ്യരാജന്റെ കൂടെയുള്ളവനെ എല്ലാരെയും കൊല്ലണമെന്ന് പറഞ്ഞ് കൊല്ലുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകൾ നടക്കുന്നു. അങ്ങനെ അത് പിന്നീട് നമ്മളിൽ ഒരുത്തൻ അത്രയും വലിയ ആളെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് പാണ്ഡ്യരാജന്റെ സൈഡ് നമ്മുടെ ജനങ്ങളും അതുപോലെ കന്ദസ്വാമിയെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ജനങ്ങളും, അങ്ങനെ 2 കൂട്ടർക്കും നല്ല പകയാവുന്നു. ശേഷം ഇപ്പോൾ പ്രസന്റിൽ വരുന്നു. PT മാസ്റ്റർ വന്ന് പറയുന്നു, പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ചെക്കന് ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. അച്ഛൻ സാറോട് പറയുന്നു, ഇവന് കബഡിയൊന്നും വേണ്ട, കബഡി കളിച്ച് അത് വലിയൊരു പകയായി വലിയൊരു പ്രശ്നത്തിന് കാരണമാകും, കാരണം ഞങ്ങളുടെ നാട് അങ്ങനെയാണ്. പക്ഷെ സാർ ഒരുപാട് പറയുന്നു അവന്റെ കബഡിയെ പറ്റി. പക്ഷെ അവന്റെ അച്ഛൻ കേൾക്കുന്നില്ല. ഇതാണ് അവന്റെ ചേച്ചി. അവൾ പറയുന്നു, നീ കളിച്ചോടാ എന്ന്. അങ്ങനെ അവൻ കുറെ കബഡിയൊക്കെ കളിക്കുന്നു, കപ്പും ജയിക്കുന്നു. പിന്നീട് ഒരു ദിവസം ഇവരെല്ലാവരും ആടിനെ അമ്പലത്തിൽ പോയി വെട്ടാനായിട്ട് ബസ്സിൽ പോകുന്നു. അപ്പോൾ ആ ആട് ബസ്സിലുള്ള വേറൊരുത്തന്റെ കാലിൽ മൂത്രമൊഴിക്കുന്നു. അതിൽ ദേഷ്യം വന്ന ഒരുത്തൻ ആ ആടിനെ ചവിട്ടുന്നു. മാത്രമല്ല അവന്റെ അച്ഛനോടും വഴക്കിന് പോകുന്നു. അങ്ങനെ അവന്റെ അച്ഛനെ തല്ലിയപ്പോൾ കിട്ടാവും അവനെ തിരിച്ചു തല്ലുന്നു. അങ്ങനെ അവിടെ അടി നടക്കുന്നു. ദേഷ്യത്തിൽ ഇവൻ ആ ആടിനെ കുത്തിക്കൊന്ന് വലിച്ചെറിയുന്നു. എങ്ങനെയോ അവരെ എല്ലാവരെയും അടിച്ചു ഓട്ടിക്കുന്നു. അവന്റെ അച്ഛൻ അവനോട് പറയുന്നു, ഇതുകൊണ്ടാണ് കബഡിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുന്നത്. സാധാരണ ഒരു പ്രശ്നത്തിന് തന്നെ ഇത്ര വലിയ പകയായില്ലേ, ഇനി നീ കബഡി കളിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനോട് സത്യം വാങ്ങിക്കുന്നു. അവിടുന്ന് ശേഷം പ്രസന്റിലെ ജപ്പാനിലെ സീൻ കാണിക്കുന്നു. 2 ടീമിനും ഒരേ സ്കോറാണ്. പെട്ടെന്ന് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് മാച്ച് ഡ്രോ ആകുന്നു. ശേഷം അവരുടെ കോച്ച് പറയുന്നു, നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നില്ല എന്ന രീതിക്ക്. ആ സമയത്ത് കിട്ട ബാത്റൂമിന് പോകണമെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ കോച്ച് പറയുന്നു, ഇത്രയും സീരിയസ് ആയ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അവൻ പോകുന്നു, ഇവനെയാണോ നിന്റെ സ്റ്റേറ്റ് അടക്കം റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ശേഷം ഇതാണ് റാണി. കിട്ടാനെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കിട്ടാക്ക് ഇവളോട് ഒരു താല്പര്യക്കുറവ് പോലെയാണ് കാണുന്നത്. അവർ 2 പേരും ആ ചെളിയിൽ വീഴുന്നു. ഇത് കണ്ട കുട്ടികൾ നേരെ ഇവളുടെ ചേട്ടനോട് പോയി പറയുന്നു, അതായത് ആ നാട്ടിലത്തെ കബഡി ക്യാപ്റ്റൻ. അവൻ നേരെ വന്ന് കിട്ടാന്റെ അച്ഛനോട് വന്ന് ചണ്ടയാവുന്നു. അങ്ങനെ അച്ഛനെ തല്ലുന്നത് കണ്ടതും കിട്ടാവും വന്ന് അടിക്കുന്നു. ശേഷം നാട്ടുകാർ വന്ന് പിരിച്ചുവിടുന്നു. കിട്ടാന്റെ ചേച്ചി ഈ റാണിയോട് വന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവളും എനിക്ക് അവനെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ കിട്ടാക്ക് ഇവളെക്കാളും നല്ല പ്രായം കുറവാണ്. റാണി പറയുന്നത് കിട്ടാക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ശേഷം ഇവിടെ കിട്ട ഓടി വരുമ്പോൾ ആ PT സാർ അതുവഴി വരുന്നു. അച്ഛൻ എന്നോട് കബഡി കളിക്കണ്ട എന്ന് പറഞ്ഞ് സത്യം വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നു. മാഷ് അവൻക്കൊരു ഐഡിയ പറയുന്നു, നിന്നെ ആരും കളിക്കാൻ വിടുന്നില്ലെങ്കിൽ നീ ഒരു 4-5 പേരെ ചേർത്ത് ഒരു ടീം ആക്കിയിട്ട് നാട്ടിൽ കളിക്കുക എന്ന് പറയുന്നു. നിന്റെ അച്ഛനോട് ഞാൻ വന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. ഇവിടെ ഇവന്റെ അച്ഛൻ മൊത്തം 2 സ്ഥലത്ത് ഇപ്പോൾ പകയായല്ലോ എന്ന് പറഞ്ഞ് പേടിക്കുകയാണ്. മാഷ് ഇവനെ കബഡിക്ക് വിടാൻ പറയുമ്പോൾ അവന്റെ അച്ഛൻ പറയുന്നത്, കബഡി എന്ന് വെച്ചാൽ എനിക്കും വലിയ ഇഷ്ടമാണ്. പണ്ട് ആ ടൂർ കിറ്റ്നൻ എന്ന് പറഞ്ഞ ഒരു കബഡി പ്ലെയർ ഉണ്ടായിരുന്നു. അയാളുടെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാളുടെ മാച്ച് എവിടെ നടന്നാലും ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അയാൾ ഇറങ്ങുന്ന എല്ലാ മാച്ചിലും ജയിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന ആളെ ഞാൻ ഒരു ദിവസം കണ്ടത് കനാലിൽ കൊല്ലപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇവിടെ എല്ലാത്തിനും പകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവനെ കബഡിക്ക് വിടാത്തത്. അപ്പോൾ മാഷ് പറയുന്നു, നിങ്ങളുടെ കാലം വേറെ ഈ കാലം വേറെ, ഇപ്പോഴൊന്നും അങ്ങനെയല്ല എന്ന് പറയുന്നു. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നിങ്ങൾ അവന്റെ മാച്ച് ഒന്ന് കണ്ടു നോക്കൂ, ഇപ്പടക്കം നാട്ടിൽ കബഡി മാച്ച് നടക്കുന്നുണ്ട്, ഇന്നൊരു ദിവസം അവനൊന്ന് വിട്ടു നോക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അവന്റെ അച്ഛൻ സമ്മതിച്ച് അവന്റെ ടീം കളിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ആ സുന്ദരം എതിർക്കുന്നു. പക്ഷെ എങ്ങനെയോ രജിസ്റ്റർ ചെയ്തു. ശേഷം ഇവൻ കബഡി കളിക്കാൻ തുടങ്ങുന്നു. ഇവന്റെ കളി കണ്ടതും എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. ഗംഭീര കളി എന്ന് വെച്ചാൽ ഗംഭീര കളി. ആ കളിയിൽ അവന്റെ ടീം വിജയിക്കുന്നു. അങ്ങനെ നാട്ടിലുള്ളവരൊക്കെ പറയുന്നു, ഇത്രയും നന്നായി കളിക്കുന്നവനെ എന്തിനാണ് ഇത്രയും ദിവസം ടീമിൽ ചേർക്കാത്തതെന്ന് പറഞ്ഞ് അവനെ ആ നാട്ടിലത്തെ ടീമിലും ചേർക്കുന്നു. അങ്ങനെ അവൻ ഒരുപാട് കളികളൊക്കെ കളിച്ച് വിജയിക്കുന്നു. കബഡിയിൽ അത്യാവശ്യം നല്ല ഫേമസും ആവുന്നു. ശേഷം നാട്ടിൽ അടുത്തൊരു മാച്ച് കൂടി നടക്കാൻ പോവുകയാണ്. അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് പാണ്ഡ്യരാജനാണ്. പാണ്ഡ്യരാജൻ വരുന്നു എന്നറിഞ്ഞ് കന്ദസ്വാമിയുടെ ആൾക്കാർ അവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ കന്ദസ്വാമിയുടെ ആൾക്കാർ പാണ്ഡ്യരാജ് വരുമ്പോൾ വെടികുണ്ടെറിഞ്ഞ് കൊലപ്പെടുത്തുന്നു. സ്പോട്ടിൽ കന്ദസ്വാമിയും ഉണ്ടായിരുന്നു. വിഷയം പറഞ്ഞ ഇദ്ദേഹം കിട്ടാനെ അവിടെ നിന്ന് പെട്ടെന്ന് കൂട്ടിയിട്ട് പോണു. കാരണം അയാൾക്കറിയാം ഇവിടെ കലാപം ഉണ്ടാകുമെന്ന്. പോലീസുകാർ വന്ന് പരിപാടികളൊക്കെ നിർത്താൻ പറയുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പാണ്ഡ്യരാജൻ ചത്തു എന്ന് പറയുന്നു. ദേഷ്യം
വന്ന ആൾക്കാർ പോലീസുകാരോടെ വഴക്കിടുന്നു. അങ്ങനെ അവിടെ വലിയൊരു കലാപമാകുന്നു. കിട്ടാനെ കൂട്ടിയിട്ട് പോകുമ്പോൾ 4-5 പേർ ബൈക്കിൽ വന്ന് മറിക്കുന്നു. വന്നത് വേറെ ആരുമല്ല, ആ ബസ്സിൽ വഴക്കിട്ട ആൾക്കാരാണ്. ഒരു ആവശ്യവുമില്ലാതെ ഇവരോട് വഴക്കിന് പോയി അടിക്കുന്നു. ഒടുവിൽ കിട്ടാന്റെ കൈ അവർ ഒടിച്ചു കളയുന്നു. അവൻ അലറുന്ന സൗണ്ട് കേട്ട് നാട്ടുകാരൊക്കെ ഓടി വന്നപ്പോൾ അവരെല്ലാവരും ഓടി രക്ഷപ്പെടുന്നു. ഇനി കബഡി കളിക്കാൻ പറ്റില്ലെന്ന വിഷമത്തിലാണ് അവൻ കരയുന്നത്. ഇവിടെ പാണ്ഡ്യരാജൻ ജീവനോടെയുള്ള പോലെയാണ് കാണിക്കുന്നത്. പാണ്ഡ്യരാജന്റെ ആൾക്കാരും, അതായത് കിട്ടാന്റെ നാട്ടുകാർ, ഇതിന് പകരം കൊടുക്കണമെന്നാണ് പറയുന്നത്. കിട്ടാനും അവന്റെ മാഷിനോട് പറയുന്നു, എന്റെ കൈ ഒടിച്ചവൻ ആരാണ്, അവനോട് പകരം വീട്ടണം എന്നുള്ള ടോണിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ മാഷ് പറയുന്നു, നീയും അവരെ പോലെ ചിന്തിക്കാതെ നീ കബഡി മാച്ചിൽ വലിയൊരാളായി വരേണ്ടതാണ്, ആവശ്യമില്ലാതെ നിന്റെ ലൈഫ് കളയണ്ട എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് കൈ ശരിയാക്കിയിട്ട് കബഡി കളിക്കാൻ നോക്ക് എന്ന് പറയുന്നു. ശേഷം കുറെ കഴിഞ്ഞ് മാഷ് അച്ഛനോട് പറയുന്നു, നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ അടുത്ത ആഴ്ച നടക്കുന്ന ക്ലബ് മാച്ചിൽ അവരുടെ ടീമിനെ ഇറക്കാമെന്ന് പറയുന്നു. അങ്ങനെ മാഷ് ഇടപെട്ട് ആ മാച്ചിലേക്ക് അവരെ ഇറക്കുന്നു. ഇവനും ഒറ്റക്കൈയോടെ കളിക്കാനായിട്ട് ഇറങ്ങുന്നു. ഓപ്പോസിറ്റ് ടീം വേറെ ആരുമല്ല, നമ്മുടെ കന്ദസ്വാമിയുടെ ടീമായിരുന്നു. ആ ടീം മെമ്പേഴ്സ് ലോക്കൽ ടീം ആയതുകൊണ്ട് കളിക്കില്ല എന്ന് പറയുകയാണ്. ശേഷം ലോക്കൽ ടീമില്ല എന്ന് പറഞ്ഞ് കന്ദസ്വാമി അവരോട് കളിക്കാനായിട്ട് പറയുന്നു. കളി തുടങ്ങി. കിട്ടാൻ കളത്തിലേക്ക് ഇറങ്ങിയതും അവന്റെ കളി കണ്ട് എല്ലാവരും നെട്ടിപ്പോയി. അവസാനം കന്ദസ്വാമിക്കടക്കം തോന്നിപ്പോയി കിട്ടാൻ ജയിക്കണമെന്ന്. അങ്ങനെ അവസാനം കിട്ടാന്റെ ടീമാണ് ജയിച്ചത്. അവനെ കണ്ട് കന്ദസ്വാമി അപ്രീഷിയേറ്റും ചെയ്തു. ശേഷം അവന്റെ മാഷിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു വിട്ടു. അത് ഇവന്റെ അച്ഛനോട് വന്ന് പറയുന്നു. കിട്ടാന് സമ്മതമാണെങ്കിൽ അയാളുടെ KB ടീമിൽ ചേർന്ന് കളിക്കാനായിട്ട് ചോദിച്ചു. അങ്ങനെ കന്ദസ്വാമിയുടെ വീട്ടിൽ ഇവർ 4 പേരും ഇരുന്ന് സംസാരിക്കുന്നു. ഇദ്ദേഹം പേടിക്കുന്നത് 2 സൈഡും വലിയ പകയല്ലേ, അതെന്റെ മകനെ ബാധിക്കുമോ എന്നാണ്. അപ്പോൾ കന്ദസ്വാമി ഉറപ്പ് കൊടുക്കുന്നു, എന്റെ പക എന്റേത് മാത്രമാണ്, അത് ഇവനെ ഒന്നും ബാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവൻ KB ടീമിൽ ജോയിൻ ചെയ്ത് കളിക്കാൻ തുടങ്ങുന്നു. ഒരുപാട് കപ്പുകളൊക്കെ ജയിക്കുന്നു. കന്ദസ്വാമിയും ഇവനോട് നന്നായിട്ട് ഇടപഴകുന്നു. പക്ഷേ കന്ദസ്വാമിയുടെ ആൾക്കാർ പറയുന്നത് ഈ കിട്ടാന്റെ അടുത്ത് നിങ്ങൾ കുറച്ച് ജാഗ്രതയായിരിക്കണം എന്നാണ്. പക്ഷേ കന്ദസ്വാമിക്ക് അറിയാം അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവന് കബഡി മാത്രമാണ് മെയിൻ. ഇവിടെ സുന്ദരം ഇവരെ ദ്രോഹി എന്നാണ് പറയുന്നത്, കാരണം ശത്രുവിന്റെ ടീമിലല്ലേ അവൻ കളിക്കുന്നത്. ഇവിടെ പാണ്ഡ്യരാജനും പതിയെ ഗുണമായി വരുന്നുണ്ട്. കന്ദസ്വാമിയെ എങ്ങനെയെങ്കിലും തീർക്കാനാണ് ഇവനും പ്ലാൻ ചെയ്യുന്നത്. ശേഷം കന്ദസ്വാമിയും കിട്ടാനും എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ പാണ്ഡ്യരാജൻ അപ്പുറത്ത് വന്നിരിക്കുന്നു. കന്ദസ്വാമിയെ കൊല്ലാനായിട്ട് പാണ്ഡ്യരാജന്റെ ആൾക്കാർ അകത്തേക്ക് വരുന്നു. വന്നവർ കന്ദസ്വാമിയുടെ ആൾക്കാരിൽ ചിലരെ കൊല്ലുന്നു. കന്ദസ്വാമിയുടെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് അവരെല്ലാവരെയും ഷൂട്ട് ചെയ്ത് വരട്ടി. കന്ദസ്വാമി എങ്ങനെ അവരകത്തേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കിട്ടാനെയാണ് നോക്കുന്നത്. കന്ദസ്വാമി കിട്ടാനെ വിളിച്ച് പറയുന്നു, നീ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്കി എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഇവൻ കിട്ടാനെയാണ് സംശയിക്കുന്നത്. പക്ഷേ കന്ദസ്വാമി അതൊന്നും വിശ്വസിക്കുന്നില്ല. കിട്ടാൻ അവന്റെ വീട്ടിൽ വന്ന് അച്ഛനോട് പറയുന്നു, പാണ്ഡ്യരാജന്റെ ആൾക്കാർ അയാളെ കൊല്ലാൻ വന്നിട്ട് ഓടിപ്പോയി. പക്ഷേ എന്തുകൊണ്ടാണ് ഒരുമാതിരി എല്ലാവരും എന്നെ നോക്കുന്നത്, അതെങ്ങനെയാണ് ഞാനോ നിങ്ങളോ ജനിക്കുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു പക റെഡിയായിരിക്കുന്നത്, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി കബഡി കളിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഇതേ കാര്യം ഇവൻ കന്ദസ്വാമിയോടും പറയുന്നുണ്ട്. കന്ദസ്വാമിക്കും അവന് എങ്ങനെ ശരിക്കും മറുപടി കൊടുക്കണമെന്ന് അറിയുന്നില്ല. കന്ദസ്വാമി അവസാനം പറയുന്നു, നീ ഇനി എന്റെ ടീമിൽ കളിക്കണ്ട, ഞാൻ നിനക്ക് വേറൊരു ടീം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവിടെ പോയി കളിക്കുക എന്ന് പറയുന്നു. കാരണം നീ കബഡിയിൽ വലിയ നിലയിലെത്തും, എനിക്കത് മതി എന്ന് പറയുന്നു. അങ്ങനെ അവൻ ആ ക്ലബ്ബിൽ പോയി കളിക്കുന്നു. അവിടെയും ഒരുത്തൻ ഇവനോട് പ്രശ്നമുണ്ടാക്കുന്നു, നിനക്ക് ഇവിടെ വരാൻ തകുതിയേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കോച്ച് ഇവനോട് പറയുന്നു, നീ ആ കാട്ടിൽ നിന്നും ഇതുവരെ നിന്റെ കഴിവ് കൊണ്ട് വന്നാലും ഇവിടെ എല്ലാവരും നിന്റെ കഴിവിനെ പുച്ഛിക്കാനേ നോക്കുള്ളൂ, നിനക്കതിന് തകുതിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതിനെയൊക്കെ താണ്ടി ജയിച്ചാൽ നിന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഒരു വിശ്വാസം ഉണ്ടാകുമെന്ന് പറയുന്നു. ശേഷം രാത്രി ഗ്രൗണ്ടിൽ ഇവൻ മിഡ് നൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കോച്ച് വന്ന് ചോദിക്കുന്നു, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഓടുന്നു എന്ന്. അപ്പോൾ കിട്ടാ പറയുന്നത്, തമിഴ്നാട് ടീം സെലക്ഷനിൽ എങ്ങനെയെങ്കിലും കയറണമെന്ന് പറയുന്നു. അപ്പോൾ കോച്ച് വിഷമത്തോടെ പറയുന്നു, അതൊക്കെ ഇന്നേ പുറത്തു വന്നു, അതിൽ നിന്റെ പേരില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നീ ഒരുപാട് കഷ്ടപ്പെടേണ്ട, നാളെ നീ വെറുതെ മാത്രമാണ് കളിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ഇത് കേട്ടതും ഇവനാകെ തകർന്നുപോയി. അച്ഛനോട് വിളിച്ച് പറയുന്നു, എന്റെ പേരില്ല, നാളെ എന്നെ വെറുതെ കളിക്കാൻ പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത്, അത്ര പെട്ടെന്നൊന്നും നമ്മുടെ പേര് അവിടെ വരുത്തില്ല, അതുകൊണ്ട് നമ്മൾ എന്നെ എങ്ങനെയെങ്കിലും ഇടണമെന്ന് പറഞ്ഞ് നാളെ നീ നിന്റെ കളി കളിച്ച് നീ ആരാണെന്ന് എല്ലാവർക്കും കാണിക്കുക എന്ന് പറയുന്നു. പിറ്റേ ദിവസം മാച്ച് സ്റ്റാർട്ടായി. കമ്മിറ്റി ഹെഡ് അടക്കം ഇവന്റെ കളി കണ്ട് ഞെട്ടിപ്പോയി. കളിയിൽ ഇവർ ജയിച്ചതിന് ശേഷം ആ കമ്മിറ്റി ഹെഡും അവരുടെ മോളും ആ ഓപ്പോസിറ്റ് ടീമിൽ കളിച്ച തമിഴ്നാട് ടീം ക്യാപ്റ്റൻ രത്നവും വന്ന് നേരിട്ട് ഇവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവന്റെ കോച്ച് പറയുന്നു, എത്ര നന്നായി കളിച്ചിട്ടും കാര്യമില്ല, പേര് വന്നില്ല എന്ന്. അപ്പോൾ ഈ കമ്മിറ്റി ഹെഡ് പറയുന്നു, ഇപ്പോഴാണ് പുതിയതായിട്ട് ഒഫീഷ്യലായിട്ട് ഒന്ന് വിട്ടിട്ടുണ്ട്, അതിൽ കിട്ടാന്റെ പേരും ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. കിട്ടാക്ക് നല്ല സന്തോഷമായി. അവന്റെ വീട്ടുകാരോടും ഈ സന്തോഷം അറിയിച്ചു. അങ്ങനെ അവൻ തമിഴ്നാട് ടീമിൽ സെലക്ട് ആയി ഒരുപാട് കളികൾ കളിച്ച് ജയിക്കുന്നു. അവസാനം ഇന്ത്യൻ ടീം സെലക്ഷനിൽ കിട്ടാന്റെ പേര് ചേർക്കാനായിട്ട് ഇദ്ദേഹം ഒരുപാട് പാടുപെടുന്നു. പക്ഷേ അവന്റെ പേര് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇത് അവനോട് വന്ന് പറഞ്ഞപ്പോൾ അവൻ വിഷമത്തോടെ പറയുന്നു, ഇതെനിക്ക് ശീലിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇയാളുടെ മോളോടും ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ പറയുന്നു, നിങ്ങളുടെ ജോലി പോയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കിട്ടാനെ സെലക്ട് ആക്കണമെന്ന് പറയുന്നു. കിട്ടാന് വേണ്ടി റാണിയെ പെണ്ണ് ചോദിക്കാൻ പോയപ്പോൾ അവൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. അതിനുവേണ്ടി തന്നെ അവൾക്ക് വേറെ കല്യാണം റെഡിയാക്കി. കല്യാണത്തിന് താലി എടുത്ത് കൊടുക്കാനായിട്ട് പാണ്ഡ്യരാജൻ വന്നു. ആ സമയത്താണ് പറയുന്നു, അവൾക്ക് ഇതിൽ ഇഷ്ടമില്ല, വേറൊരു പയ്യനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ആരുമല്ല, കിട്ടാനാണ്, വലിയ കബഡി പ്ലെയർ ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ കിട്ടാനെ ചീപ്പാക്കിയിട്ട് ഇവൻ സംസാരിച്ചപ്പോൾ പാണ്ഡ്യരാജൻ ദേഷ്യപ്പെടുന്നു. ഈ ഒരു കാട്ടിൽ നിന്നും അത്രയും വലിയ സ്ഥാനത്തേക്ക് അവൻ പോയതല്ലേ, ഇനി അവൻ വന്നിട്ടാണ് ഇവൾക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. ശേഷം പാണ്ഡ്യരാജന്റെ കൂടെയുള്ള ഒരാൾ വയ്യാതെ കിടപ്പിലാണ്, അയാളെ നോക്കാനായിട്ട് വരുന്നു. ആ ഒരു ചാൻസ് ഉപയോഗിച്ച് കന്ദസ്വാമി പ്ലാൻ ചെയ്ത് പാണ്ഡ്യരാജനെ കൊല്ലുന്നു. വിഷയം അറിഞ്ഞ ഇദ്ദേഹം ഇവിടെ നിന്നാൽ കലാപമാകും, അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് ആലോചിക്കുന്നു. ആ സമയത്താണ് കിട്ട അവിടേക്ക് വരുന്നത്. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്ത്യൻ ടീമിൽ സെലക്ട് ആയില്ല, അവരെന്നെ പറഞ്ഞയച്ചു എന്ന് പറയുന്നു. ഇവിടെ കലക്ടറും പോലീസുകാരും പോലീസ് ഫോഴ്സ് ഒക്കെ ഇറക്കുന്നു, കാരണം അവർക്കറിയാം വലിയൊരു കലാപമാണ് നടക്കാൻ പോകുന്നതെന്ന്. പാണ്ഡ്യരാജനെ കൊന്ന കാര്യം പറഞ്ഞ് നാട്ടുകാരെല്ലാവരും കലാപത്തിൽ ഇറങ്ങുന്നു. വണ്ടികളൊക്കെ അടിച്ച് തകർക്കുന്നു. പോലീസുകാർ ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ കന്ദസ്വാമിയെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ശേഷം അവന്റെ ആൾക്കാരും കലാപത്തിൽ ഇറങ്ങുന്നു. ഇവിടെ കിട്ടാന്റെ വീട്ടിലേക്ക് ഫോൺ വരുന്നു. കിട്ടാന്റെ അച്ഛനോട് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യൻ ടീമിലേക്ക് കിട്ടാനെ സെലക്ട് ചെയ്തു എന്ന്. അവനെ നാളെ തന്നെ ചെന്നൈയിലേക്ക് വരാൻ പറയൂ, 2 മാസത്തിൽ ജപ്പാൻ പോകണമെന്ന് പറയുന്നു. നാട്ടിൽ കലാപം നടക്കുന്നത് കൊണ്ട് ഒരു സുരക്ഷയ്ക്കായി കയ്യിൽ കത്തിയെടുത്ത് വെക്കുന്നു. ശേഷം കിട്ടാനെ
പറഞ്ഞയക്കാനായിട്ട് കൂട്ടിയിട്ട് പോകുന്നു. പോണ വഴിക്ക് പെട്ടെന്ന് പോലീസുകാരുടെ കണ്ണിൽ പെടുന്നു. പോലീസുകാർ എങ്ങോട്ടാ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് എന്നൊക്കെ നുണ പറയുന്നു. പോലീസുകാർ സംശയം തോന്നി ചെക്ക് ചെയ്തപ്പോൾ കത്തി കിട്ടി. അപ്പോൾ അദ്ദേഹം കാര്യം പറയുന്നു, ഇന്ന പോലെ കബഡി മാച്ചാണ്, അതിന് പോവുകയാണെന്ന് പറയുന്നു. പോലീസുകാർ അവനെ വിശ്വസിക്കാതെ തള്ളിവിടുന്നു. ദേഷ്യം വന്ന കിട്ട പോലീസിനെ അടിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു അടിയാവുന്നു. അവസാനം അവന്റെ അച്ഛൻ കരഞ്ഞു പറയുന്നു, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, കബഡിക്കാണ് പോകുന്നതെന്ന് പറയുന്നു. പിന്നീട് വേറെ വലിയ പോലീസുകാർ എല്ലാവരും അങ്ങോട്ട് വരുന്നു. അതിലൊരാൾ പറയുന്നു, ഇതാണ് കിറ്റ, വലിയ കബഡി പ്ലെയർ ആണ്, ഇന്ത്യൻ ടീമിലൊക്കെ സെലക്ട് ആവുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ പോലീസുകാർ തന്നെ അവനെ ജീപ്പിൽ കയറ്റി പറഞ്ഞയച്ചു. ശേഷം ജപ്പാനിൽ ഡ്രോ ആയ മാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. അതിൽ ഈ ക്യാപ്റ്റൻ രത്നം കിറ്റയുടെ പേരും ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോച്ച് അത് എതിർക്കുകയായിരുന്നു. അവസാനം എങ്ങനെ അവർ കളിക്കാൻ തുടങ്ങുന്നു. ഒടുവിൽ ആ കളിയിൽ കിറ്റാവും ആ ക്യാപ്റ്റനും ഒപ്പം ഔട്ടാവുന്നു. ശേഷം അവസാനത്തെ റൈഡിൽ ക്യാപ്റ്റൻ രത്നം കിറ്റാനെ ഇറങ്ങാൻ പറയുന്നു. ഇത് നാട്ടിലെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആ മാച്ചിൽ അവൻ വിജയിക്കുന്നു. നാട്ടിലെ എല്ലാവർക്കും സന്തോഷമായി. ഇയാളും അച്ഛനും ആ സന്തോഷത്തിൽ ഒന്നാവുന്നു. ആ ബസ്സിൽ പ്രശ്നമുണ്ടാക്കിയ അയാളും സന്തോഷപ്പെടുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. അവന് അർജുന അവാർഡും കിട്ടുന്നു. ഇതോടെ ഈ മൂവി അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.